ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡലൈൻസ് കഫേ. നമ്മളിന്ന് പറയാൻ പോകുന്നത് തുംതേന സാത്ത് മേര ഓഹം നവ എന്ന സീരിയലിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് രക്ഷിത്തിൻ്റെ അച്ഛനെ വെള്ളത്തിൽ വീണതിൽ നിന്ന് രക്ഷിച്ച് അപരാജിത കരക്കെടുത്തിരുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അച്ഛനിങ്ങനെ ഓർമ്മയില്ല എന്നുള്ള കാര്യം അപരാജിതയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് പുള്ളീനെ കൂടുതൽ കംഫർട്ടാക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും അവരുടെ ഫാമിലി ഡ്രൈവർ വന്നിട്ട് പറയണം, അച്ഛാ നിങ്ങളിവിടെ ഉണ്ടോ, ഞങ്ങൾ എല്ലായിടത്തും ഇവിടെയൊക്കെ തപ്പി നടക്കുവാണെന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛന്ന് തന്നെയാണ് ഡ്രൈവറും വിളിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവും. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷത്തിൻ്റെ വല്യമ്മേനെയാണ്. അപ്പോൾ അവർ അതുവഴി തപ്പി വന്നപ്പോൾ ഈ ഡ്രൈവറും അച്ഛനും അവിടെ ഇരിക്കുന്നത് കാണും. അപ്പോഴത്തേക്കും അപരാജിത അവിടെ ഉണ്ട്, അവളെ കാണുന്നുണ്ട്. പക്ഷെ അവൾ തിരിഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. ഇവർ രണ്ടുപേരും അവളെ കാണുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈര പറയുവാണെങ്കിൽ അങ്കിൾ അവിടെ ഉണ്ട്, വാ വേഗം വാ നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് പറയുക. അപ്പോൾ ഈ സമയത്ത് വല്യമ്മയ്ക്കൊരു പ്ലാൻ തോന്നുകയാണ്. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചത് ആരാണ് സാറിനെ രക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു പെണ്ണാണ്. ആ പെണ്ണ് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ ഇതൊരവസരമാക്കി എടുത്ത വല്യമ്മ ഈരേനെ വെള്ളത്തിലേക്ക് തള്ളിയിടുവാണ്. എന്ന് വെച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്ന ഈരയാണ് വെള്ളത്തിൽ ചാടി രക്ഷിത്തിൻ്റെ അച്ഛനെ സഹായിച്ചത്, രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ ഡ്രൈവറും അച്ഛനത് കാണുന്നുണ്ട്. പക്ഷെ അച്ഛന് കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. പക്ഷേ ഈ വല്യമ്മയുടെ പ്ലാൻ ഡ്രൈവർക്ക് മനസ്സിലായി. പക്ഷെ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അയാൾക്ക് പറയുവാണ്. അപ്പോൾ ഈര ചോദിക്കുന്നുണ്ട്, വല്യമ്മയ്ക്ക് വേറെ പണിയില്ല എന്നെ വെള്ളത്തിൽ തള്ളിയിടാനെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷത്തിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ രക്ഷത്തിൻ്റെ അമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ വിവാനാണ് രക്ഷത്തിൻ്റെ അനിയൻ വന്നിട്ട് പറയുകയാണ് അമ്മയെടുത്ത്, അച്ഛനെ എവിടെയെങ്കിലും നോക്കിയിട്ട് കാണുന്നില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷത്ത് വന്നിട്ട് പറയണം, അമ്മ ടെൻഷൻ ആവട്ടെ, നമുക്ക് പോലീസിനെ വിളിക്കാം എന്ന് പറയണം. അപ്പോൾ പല ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ വെച്ച് അന്വേഷിക്കാൻ പോയില്ല. അപ്പോൾ അവരൊക്കെ വന്നിട്ടില്ല, ഞങ്ങൾ കണ്ടില്ല, ഇനിയിപ്പോൾ വൈകിക്കേണ്ട, പോലീസിനെ വിളിക്കാൻ പറയുകയാണ്. അപ്പം പോലീസിനെ വിളിക്കാൻ ഫോൺ എടുക്കാൻ നേരത്ത് അമ്മ പറയാണ്, കിട്ടുമല്ലോ അല്ലേ അച്ഛനെ, എനിക്ക് ആകെ പേടിയാവുന്നു എന്ന് പറയുമ്പോൾ രക്ഷത്തിൻ്റെ അച്ഛൻ രക്ഷത്തൊന്ന് വിളിക്കുകയാണ് അവനെ. അപ്പോൾ അവർ തിരിഞ്ഞ് നോക്കുമ്പോൾ അച്ഛൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇതെങ്ങനെ അച്ഛൻ ഇതിങ്ങനെ നനഞ്ഞത്, എവിടെയായിരുന്നു ഇത്രയും നേരം എന്നൊക്കെ ചോദിക്കുകയാണ്. അവരാകെ ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ പുള്ളി പറയുകയാണ്, അത് ഞാൻ വെള്ളത്തിൽ വീണ് പോയി, ഞാൻ ആ പട്ട് സാരി നോക്കി പോയതാണ്, പക്ഷെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഞാൻ വെള്ളത്തിൽ വീണ്, സോറി, ഞാൻ അറിയാതെ നനഞ്ഞു പോയി എന്നൊക്കെ ഇങ്ങനെ ഉള്ള രീതിയിൽ പറയണം. രക്ഷത്തിന് അച്ഛനെ കണ്ട സന്തോഷത്തിൽ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ രക്ഷത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ആരാ രക്ഷിച്ചത്, അച്ഛൻ നീന്താൻ അറിയില്ലല്ലോ, വെള്ളത്തിൽ പോയപ്പോൾ ആരാ രക്ഷിച്ചതെന്ന് ചോദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ്, എന്നെ ഒരു പെൺകുട്ടിയാണ് അവളുടെ ജീവൻ പോലും അവൾ നോക്കാതെ എന്നെ രക്ഷിച്ചത്, അപ്പോൾ ഒരിക്കലും പരാജയപ്പെടാത്തവൾ എന്നിങ്ങനെ പറയും. അവളുടെ പേരറിഞ്ഞുകൂടാ, അതിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്, പേര് പുള്ളി മറന്നുപോയി. അപ്പോൾ എല്ലാവരും നോക്കണം, ആരാ പെണ്ണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വല്യമ്മ പറഞ്ഞു, വേറെ ആരാകാനാ, എൻ്റെ ഈര അല്ലാതെ വേറെ ആരാകാനാന്ന് പറഞ്ഞിട്ട് അവളാണെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കണേ, ഇരയാണ് രക്ഷിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷത്തിൻ്റെ അച്ഛൻ പറഞ്ഞ്, ഇരയാണോ, ഇര ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പുള്ളി പറയുകയാണ്. അപ്പോൾ വല്യമ്മ പറഞ്ഞ, അതെന്താ അങ്ങനെ പറയണേ, ഇര തന്നെയാണ് രക്ഷിച്ചതെന്ന്, നിങ്ങൾക്ക് ഓർമ്മയില്ലഞ്ഞിട്ടാണ് എന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത്ത് പറയണം, അച്ഛന് നല്ല ഉറപ്പുണ്ടോ, ഇരയല്ല എന്നുള്ളത് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വല്യമ്മ പറയാണ്, മിനിറ്റിന് ഓർമ്മ പോകുന്ന അച്ഛനെ നമ്മളെങ്ങനെയാണ് ശരിയാണോ തെറ്റാണെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആകെ വെള്ളത്തിലൊക്കെ നനഞ്ഞ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വരുവാണ്. അപ്പോൾ രക്ഷത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ കൺഫ്യൂസ്ഡായിട്ട് നോക്കുന്നുണ്ട്, ഇവൾ തന്നെയാണോ. അപ്പോൾ പുള്ളിക്ക് ചെറിയ ഓർമ്മയുണ്ട്, ഇവളല്ല എന്നുള്ളത് പുള്ളിക്ക് കൺഫേമാണ്, പക്ഷെ ആരാന്ന് കറക്റ്റ് പറയാൻ അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതപ്പെട്ട് നോക്കണം. അപ്പോൾ ഡ്രൈവറോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയല്ലേ ഇവർ രണ്ടുപേരും. അപ്പോൾ പുള്ളി പറഞ്ഞാൽ, ആ ശരിയാണ്, ഈ രാമാൻ തന്നെയാണ് രക്ഷിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷത്തിന് വിശ്വാസമായി. അപ്പോൾ എല്ലാവരും അവളോട് താങ്ക് യു പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഇപ്പോൾ അങ്കിളല്ല വേറെ ആരെങ്കിലും ആണ് ഈ അവസ്ഥയിലെങ്കിലും ഞാൻ രക്ഷിച്ചേനെ എന്നൊക്കെ ഒരു മടിയോടെ പറയണം. എന്ന് വെച്ചാൽ അവൾക്കിങ്ങനെ വളഞ്ഞ വഴിയിലൂടെ സ്ഥാനം കിട്ടണം അങ്ങനെയൊന്നുമില്ല. രക്ഷത്തിന് ഇഷ്ടമാണ്, അവനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവനെ വേണമെന്നുണ്ടെന്നും പറഞ്ഞ് പുള്ളിക്ക് ഇങ്ങനത്തെ ഉടായ്പ പരിപാടിയിലൊന്നും താല്പര്യമില്ല. പിന്നെ അവൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ടുള്ള പേടിയുണ്ട്. പിന്നെ രക്ഷിത്തൊന്ന് ഹഗ്ഗൊക്കെ ചെയ്തപ്പോൾ അവൾ ഓക്കെ ആയി. അവൾ പറഞ്ഞാൽ ഇനിയിപ്പം കണ്ടിന്യൂ ചെയ്ത് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമല്ലോ, അതിപ്പോൾ എന്താ ചെയ്യണം, ഒന്നുമില്ലെങ്കിലും രക്ഷത്തിന് കുറച്ച് ഇഷ്ടമെങ്കിലും എന്നോട് തോന്നുമല്ലോ. വല്യമ്മയുടെ വഴികളൊക്കെ വളഞ്ഞതാണ്, എന്നാൽ പോലും ഇങ്ങനെ ചില ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ
നമ്മളതിന് സഹകരിക്കുന്ന തെറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ രക്ഷ്യത്തിൻ്റെ അമ്മയും അവളോട് നന്ദി പറയണം. രക്ഷ്യത്തിൻ്റെ അമ്മയ്ക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, പക്ഷേ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ നന്ദി പറയുവാണ്. എന്നാലും അവരെ വീഴ്ത്താൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവൾ പറയുവാണ്, ഇതിപ്പോൾ ചെറിയൊരു മാനുഷിക പരിഗണനയല്ലേ, അപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ, മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ, അതിനൊക്കെ എന്തിനാണ് താങ്ക് യു പറയണമെന്ന് പറയുമ്പോൾ രക്ഷത്തിൻ്റെ വല്യമ്മ പറയുവാണ്, കണ്ടോ ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ മക്കളെ വളർത്തുന്നത്. ഇതിപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ള ആൾ അവനവൻ്റെ അച്ഛനെ കളഞ്ഞിട്ട് പോയി വന്ന പോലെയല്ല. ഞങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഒരാളെ വയ്യാത്ത ആളെ സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് രക്ഷിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ ഉള്ള വിവരമുണ്ടെന്ന് പറയണം. അപ്പോൾ രക്ഷിത്തിൻ്റെ അച്ഛൻ പറയണം, അല്ല ഇരയല്ല എന്നെ രക്ഷിച്ചത്, എന്നെ വേറൊരു പെൺകുട്ടിയാണ് രക്ഷിച്ചതെന്ന് തറപ്പിച്ച് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഇര ആകെ ഷോക്കാകുകയാണ്, ഇപ്പോൾ പണിയായല്ല എന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷത്തെ തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ആരുടെ കാര്യമാണ് പറയുന്നത്, ഡ്രൈവർ പറഞ്ഞല്ലോ ഇരയാണെന്ന്, അച്ഛൻ മറന്നുപോയിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പുള്ളി പറഞ്ഞു, അല്ല എന്തായാലും ഇരയല്ല, എനിക്കത് നല്ല ഉറപ്പാണ്, എന്നെ രക്ഷിച്ചത് ഇരയല്ല, ഒരിക്കലും പരാജയപ്പെടാത്ത പെൺകുട്ടി എന്ന് പറഞ്ഞ് പുള്ളി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വല്യം പറഞ്ഞ, രക്ഷിത അതൊന്നും നീ കാര്യമാക്കണ്ട, അച്ഛൻ മറന്നു പോയിട്ടുണ്ടാവും, അച്ഛനെ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കണ്ട, ആദ്യം അച്ഛൻ്റെ തലയൊക്കെ തോർത്തി കൊടുക്കാൻ നോക്കുമെന്ന് പറയണം. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ അപരാജിത അതിലിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ രക്ഷിതിൻ്റെ അച്ഛൻ കാണുന്നുണ്ട് അവൾ വരുന്നത്. അപ്പം പുള്ളി പറയണം, അത് ആ പെൺകുട്ടിയാണ് എന്നെ രക്ഷിച്ചത്, എല്ലാവരും നോക്ക് അവളാണ് എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. രക്ഷിത്ത് അത് നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവിടെ ആരുമില്ല, ഒരു ഫ്ലെക്സ് മാത്രമുണ്ട്. അപ്പോൾ അവരെ നോക്കുകയാണ്, എവിടെ അച്ഛൻ, ഞങ്ങൾ കാണുന്നില്ലല്ലോ, അവിടെയൊന്നും ആരുമില്ലല്ലോ, എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഇതിലെ അങ്ങോട്ട് പോയല്ലോ എന്നൊക്കെ പറയുകയാണ്. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എല്ലാവർക്കും വിഷമമാകുകയാണ്. പുള്ളിക്ക് ഓർമ്മ പോയിട്ടാവും, ഇര തന്നെ ആവും, പുള്ളിക്ക് ഓർമ്മ പോയിട്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ അവരങ്ങത് തള്ളിക്കളയുകയാണ്. അപ്പോൾ വല്യമ്മ പറയുകയാണ്, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണം എന്തിനാണ്, വേഗം നമുക്ക് തലയൊക്കെ തോർത്തിട്ട് എങ്ങോട്ടെങ്കിലും എന്നുവെച്ചാൽ വീട്ടിലേക്ക് പോകാം, പെട്ടെന്ന് എല്ലാവരും കാറിൽ കയറാൻ പറയുകയാണ്. ഇരയാകെ വിറച്ച് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ആ പെണ്ണെങ്ങാനും അതിലെ പോയിരുന്നെങ്കിൽ ഇവരുടെ പ്ലാൻ മൊത്തം പൊളിഞ്ഞേനെ. അപ്പോൾ ഇവളിങ്ങനെ പ്രാർത്ഥിക്കണത്, ആ പെണ്ണി പരിസരത്തേക്കും വരില്ല, എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം, ഇവിടെ കൂടുതൽ സമയം നിന്ന് ആ പെണ്ണിനെ വീണ്ടും കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ട് രക്ഷിത്ത് എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ തല തോർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പനി വന്നാലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, രക്ഷിത്ത് നിനക്കിപ്പോൾ സമാധാനമായില്ലേ, നീ പേടിച്ചല്ലേ, കുറേ സാരമില്ല എന്നൊക്കെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ പണ്ടൊരു സമയത്ത് രക്ഷത്തിന് നീന്തൽ അറിയാതെ ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിപ്പോയ സമയത്ത് അന്ന് ധൈര്യം കൊടുത്ത് രക്ഷിച്ചത് രക്ഷത്തിൻ്റെ അച്ഛനാണ്. അപ്പോൾ ആ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രക്ഷിത്ത് പുള്ളിനെ മോട്ടിവേറ്റ് ചെയ്യാം. പിന്നെ ഇവർ കാറിൽ കയറുവാണ്. ഇപ്രാവശ്യം രക്ഷത്തിൻ്റെ കൂടെ ഇരയാണ് കയറിയിട്ടുള്ളത്, വേറെ ആരും ആ കാറിലില്ല. ഇര പറയുകയാണ്, ഇതൊക്കെ എനിക്ക് സർവ്വസാധാരണമാണ് ചെയ്യുന്നത്, വെച്ചാൽ അവനവൻ്റെ കുടുംബത്തിലെ ഒരാളെ രക്ഷിക്കുക എന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് ഇര പറഞ്ഞ് ഇവളിങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇവനെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അവൾക്കിങ്ങനെ അവനോട് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അവൻ ആ കണ്ണിൽ കൂടെ അവളെ കണ്ടിട്ടില്ല. അപ്പോൾ അവൾ പറയുകയാണ്, ഇതിപ്പോൾ എൻ്റെ സ്വന്തം അച്ഛനല്ലേ എന്തായാലും, അപ്പോൾ പിന്നെ ഞാനത് ചെയ്തല്ലേ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയണം, ഏത് കുഴപ്പമില്ല, നീ എൻ്റെ ഫ്രണ്ടല്ലേ എന്നിങ്ങനെ പറയണം. അപ്പം ഫ്രണ്ടല്ല, ചിലപ്പോൾ ഗേൾ ഫ്രണ്ട് ആയാലും അത് കഴിഞ്ഞ് വൈഫായാലും എന്നൊക്കെ പറയണം. അപ്പോൾ അവൻ പറയുകയാണ്, നെവർ, അതെന്തായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, നീ എൻ്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്, നിനക്കെന്തായാലും എൻ്റെ വൈഫിനെക്കാട്ടി വലിയൊരു സ്ഥാനം എന്തായാലും നിനക്കുണ്ടാവും, അതിൽ നീ പേടിക്കേണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇര പറയണം, നീ ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സിനെ ആരും നോക്കത്തില്ല, വൈഫ് അവരവരുടെ പാർട്ട്ണർ ആവത്തില്ല അവർക്ക് ഏറ്റവും വലുത്, അപ്പോൾ എങ്ങനെയാണ് വെറും ഒരു ഫ്രണ്ടിനെ വലുതായിട്ട് കാണുന്നത്, അതൊക്കെ ചുമ്മാ പറയണം, അതൊക്കെ എല്ലാവരും ഒന്നും ഒരു പറച്ചിലിന് വേണ്ടി പറയുന്നതെന്നല്ലാതെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവനോടിങ്ങനെ പറയുകയാണ്. ഇതിലെ രക്ഷത്തിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ കുറച്ച് ഇമ്പ്രസീവ് ആണെന്ന് വെച്ചാൽ അവനിങ്ങനെ അല്ലറ ചില്ലറ ഈ വികാരങ്ങൾക്കും പിന്നെ പ്രലോഭനങ്ങൾക്കും ഒന്നും അടിമപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ട് അവനങ്ങനത്തെ പറയച്ചിലൊന്നും അവൻ ഏൽക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് പിന്നെ അപരാജിതയുടെ ഫാമിലിയിലാണ് കാണിക്കുന്നത്. അവളാകെ നനഞ്ഞ് വന്നിട്ട് കണ്ടിട്ട് അമ്മ വിടക്കിട്ടാണ്, നിനക്ക് എന്തായിരുന്നു, പ്രാന്താണോ, നീ വെള്ളത്തിൽ ചാട്ട്, നിനക്ക് എന്തെങ്കിലും പറ്റിയെന്നെങ്കിൽ ഞങ്ങൾ ലളിതിനോട് എന്ത് മറുപടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവളിങ്ങനെ പേടിക്കണം. അപ്പോൾ അവിനാശ് പറയുകയാണ്, ഇവർക്ക് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിയാൽ മതിയല്ലോ, ഓരോരുത്തരോട് മറുപടി പറയേണ്ടതും പ്രശ്നങ്ങൾ തീർക്കാൻ നിൽക്കേണ്ടത് നമ്മളല്ല, ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ നമ്മൾ 100 കൂട്ടം പ്രശ്നത്തിലാണ്. അത് തീർക്കാനായിട്ട് അമ്പലത്തിൽ വന്നപ്പോൾ അവൾ പുതിയോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവിനാശ് എപ്പോഴത്തേം പോലെ അവൾ ചീത്ത പറയണം. പിന്നെ കാണിക്കുന്ന രക്ഷത്തിൻ്റെ കാറിലാണ്.
അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ സോപ്പിടാൻ നോക്കണുണ്ട്. എന്നൊരു കാര്യം ചെയ്യും, നീ എന്നെ അല്ലാതെ വേറൊരു സ്ത്രീയെയും ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കൊരു സത്യം എന്താ, ഞാൻ അടങ്ങിയിരുന്നുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് നിനക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇര പറയണം അതിപ്പോൾ എല്ലാവർക്കും അമ്മേനെ ആവുമല്ലോ ഇഷ്ടം എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ കാണിക്കുന്ന അപരാജിതയുടെ ഫാമിലിനെയാണ്. അപ്പോൾ അവരിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, നീ ഇങ്ങനത്തെ അപകടത്തിലൊന്നും പോയി പെടരുത്, ലളിതിനോട് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞ് മടുത്ത്, നീ എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുക, അതാ നല്ലത്, ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പോയി ചാടത്തില്ല എന്ന് എനിക്ക് സത്യം ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ അവൾ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുവാണ്, ഇപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രക്ഷിത്തിനോട് ഇതേ സമയം ഈരയും പറയുകയാണ്, എന്നോട് സത്യം ചെയ്യുന്ന നിൻ്റെ അമ്മ കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് എനിക്കേ തരത്തുള്ളൂ എന്ന് പറഞ്ഞ് സത്യം ചെയ്യാൻ പറയുകയാണ്. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിനാശിൻ്റെ കാറ് വന്നിട്ട് രക്ഷിത്തിൻ്റെ കാറിൻ്റെ ബാക്കിലിരിക്കുകയാണെന്ന് വെച്ചാൽ അവിനാശ് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കി ഇവളിങ്ങനെ വഴക്കിട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ആകെ ശ്രദ്ധ മാറി. അപ്പോൾ രക്ഷിത്തിൻ്റെ വണ്ടിയാണെങ്കിൽ നല്ല വിലയുള്ള വണ്ടിയാണ്, ഇവരുടെ പോലെയല്ല, അവൻ്റെ കാർച്ചിൽ ലക്ഷറിയാണ്. അപ്പോൾ ഇവരൊക്കെ ആകെ പേടിക്കുകയാണ്, അത് നല്ലൊരു ലക്ഷറി വണ്ടിയിലാണ് ഇടിച്ചിരിക്കുന്നത്, നിർത്തിയാൽ എന്തായാലും കുറേ കാശ് പോകുമെന്ന് പറയണം. അപ്പോൾ രക്ഷിത്ത് ബാക്കിലുള്ള കാറിലേക്ക് നോക്കിയിട്ട് കൈ കൊണ്ടിങ്ങനെ കാണിക്കുകയാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇവൻ ഡോറ് തുറക്കാൻ പോകുമ്പോൾ അവിനാശിൻ്റെ വീട്ടുകാരൊക്കെ പറയും വേഗം കാറെടുത്തോ ചേട്ടാ, വേഗം എടുത്തോ, ഇവിടെ നിന്നാലും ശരിയാകത്തില്ല, നമ്മൾ ഒത്തിരി ക്യാഷ് പോകുമെന്ന് പറഞ്ഞിട്ട് അവിനാശ് പേടിച്ച് കാറ് മുന്നിലേക്ക് എടുത്ത് രക്ഷപ്പെട്ട് പോകാൻ നോക്കണം. അപ്പോൾ രക്ഷിത്ത് കൈ കൊണ്ട് കാണിക്കുന്നു നിർത്ത് എന്ന് പറഞ്ഞ് കൈ കൊണ്ട് കാണിക്കുമ്പോൾ ഇവൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ രക്ഷിത്ത് നോക്കുമ്പോൾ അപരാജിത വണ്ടിയുടെ ബാക്കിലിരിക്കുന്ന കാണും. അപ്പോൾ ഇവളുടെ ഫാമിലിയാണ്, വെറുതെ അല്ല, ഒരു ടാങ്ക്സ് പോലും പറയാതെ പോയത്. അപ്പോൾ ഇത് കമ്പനിയുടെ കുഴപ്പമില്ല, പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്ന് വെച്ചാൽ ഫാമിലി മൊത്തം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ വളർന്നു വന്ന സാഹചര്യം അതായിട്ടാണ്, അവൾക്ക് താങ്ക്സ് പറയാൻ ഭയങ്കര മടി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അവനെ ഫോളോ ചെയ്യാനൊന്നും പോകുന്നില്ല, എന്ന് വെച്ചാൽ കുറച്ചൊക്കെ പരിചയമുണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇര പറയാണ്, നീ എന്താ വിട്ട് കളഞ്ഞ, വണ്ടിയുടെ പുറയിലിടിച്ചിട്ട് നീ എന്താ ശ്രദ്ധിക്കാത്തതെന്ന് ചോദിക്കണം. അപ്പോൾ പറഞ്ഞ അതൊരു വട്ട് കേസാണ്, എനിക്കറിയാവുന്ന ടീമാണ്, പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇര പറഞ്ഞ് സ്വന്തം വണ്ടിയിൽ ടച്ച് ചെയ്താൽ നിനക്ക് ഇഷ്ടമല്ലല്ലോ, ഒരു സ്ക്രാച്ച് വീണാൽ ഇഷ്ടപ്പെടാത്ത ആളാണ്, ഇപ്പം എന്തേ പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അവനിങ്ങനെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, നീ ഇപ്പോൾ വണ്ടിയിലുള്ളതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നത്, ചെറിയൊരു സ്ക്രാച്ച് അല്ലേ, ആ കാറ് നോക്ക്, ചെറിയൊരു കാറാണ്, ചെറിയൊരു ഫാമിലിയാന്ന് തോന്നുന്നു, നമ്മൾ അവരെ വെറുതെ പിഴിയാൻ നിൽക്കണ്ട, നമുക്ക് നന്നാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അവൾ പറഞ്ഞല്ല വാക്കിൻ്റെ കാര്യം എന്തായി? അപ്പോൾ അവൻ പറഞ്ഞു വാക്കിൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം, എന്തായാലും ധാരാളം സമയമില്ലേ, നമുക്ക് ആലോചിക്കാം എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്തു, അപരാജിതയുടെ വീടാണ് കാണിക്കുന്നത്. അവളെന്തോ പാനിപ്പൂരി പോലെ എന്തോ പലഹാരമൊക്കെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്, എല്ലാവരും ഓടി വാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ആര് വന്നിട്ട് വാവ് നല്ല ടേസ്റ്റ് ഉണ്ട്, മണമൊക്കെ കേട്ടാൽ തന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ വരികയാണ്. ഇതങ്ങനെ പല ഫെസ്റ്റിവൽസിനൊക്കെ ഉണ്ടാക്കുന്ന പലഹാരമായിരിക്കും, അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഹാപ്പി ആവണം. അപ്പം അച്ഛൻ പറഞ്ഞ് പുതിയ തുടക്കത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരുടെ അമ്മ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവൾ ഭോപ്പാലിലേക്ക് അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയായിരിക്കും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അമ്മായി ദേഷ്യപ്പെടുകയാണ്, നിനക്കെപ്പോഴും അവളെ പറഞ്ഞു വിടാനുള്ള കാര്യമാണല്ലോ എന്ന് പറയുവാണ്. അമ്മായിക്കെന്ന് പറഞ്ഞാൽ അപരാജിതയെ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് ഇഷ്ടമുള്ള കാലം വരെ അവിടെ നിൽക്കട്ടെ എന്നുള്ള മൈൻഡുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും പലഹാരമൊക്കെ തിന്നോണ്ടിരിക്കുമ്പോൾ അവൾ പറയാണ്, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും പറയാനുണ്ട്, ഞാൻ എൻ്റെ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ ആ നെയ്ത്തുശാല വീണ്ടും ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കും. അല്ല അതിപ്പോൾ എന്തിനാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആരുവിൻ്റെ കല്യാണത്തിന് 15 ലക്ഷം രൂപ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, ഞാനതുകൊണ്ട് അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ്, എന്നിട്ട് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറയും. അപ്പോൾ അച്ഛൻ എല്ലാത്തിനും സപ്പോർട്ടാണ്, ആരുവിനും പിന്നെ എങ്ങനെയാലും കാശ് കിട്ടി കല്യാണം നടത്തിയാൽ മതി, കുറച്ച് സെൽഫിഷാണല്ലോ, അതുകൊണ്ട് അവളൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അപരാജിതയുടെ അമ്മയ്ക്ക് ഇതത്ര പിടിക്കുന്നില്ല. അവൾ പറഞ്ഞു നിനക്ക് വേറെ പണിയില്ല, നീ ഇത് ഇവിടെ നിന്ന് ചെയ്യാൻ പോവാണെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ ചീത്ത പറയണം. അപ്പോൾ അവിനാശ് പറയണം, ആരും നീ ഹാപ്പി ആകുക, പറ്റുവാണെങ്കിൽ ഒരു കേക്കും മുറിക്ക്, നമുക്ക് നാളെ തന്നെ 15 ലക്ഷം രൂപ കിട്ടാൻ പോവില്ലേ, ഇതിപ്പം ചേച്ചി എന്തായാലും നെയ്ത്ത് തുടങ്ങുമെന്നല്ലേ പറഞ്ഞു, ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കും, നീ പേടിക്കാനൊന്നും വേണ്ട, ഒരു ജസ്റ്റ് 10 വർഷം എടുക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും എടുക്കില്ല, അതിനുള്ളിൽ എന്തായാലും നിൻ്റെ കല്യാണത്തിനുള്ള കാശ് കിട്ടുമെന്നും പറഞ്ഞ് അപരാജിതനെ ഇൻസൾട്ട് ചെയ്യണം. എന്നിട്ട് അവൻ പറയണം, നിനക്ക് നാണയില്ല ഇത് പറയാനായിട്ട്,
ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി ഇവിടെ വന്ന് നീ ഇവളുടെ കല്യാണം കൂടെ മുടക്കാനുള്ള പ്ലാനാണല്ലേ, നീ ഇത് നെയ്ത് വിറ്റ് ബിസിനസ്സാക്കി എന്നിവളുടെ കല്യാണം നടത്താനാണ്, അതുവരെ ഇവളിവിടെ മൂത്ത് നരച്ച് നിൽക്കണമെന്നാണ് പറയുന്നതെന്ന് പറയും. അപ്പോൾ അപരാജിതയുടെ അമ്മയും പറയണം, നീ എന്ത് വേണേലും ചെയ്തോ, എന്ത് ബിസിനസ് വേണേലും ചെയ്തോ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ചെയ്യണം, നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയണം. ഇത് കേട്ട് അപ്പു പറയണം, അമ്മയ്ക്ക് എങ്ങനെയാണ് വീണ്ടും ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ തോന്നുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ വീണ്ടും പറയാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നിന്ന് വേണം ചെയ്യാൻ. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന് ഒരിക്കലും അവരവരുടെ വീട് അവരുടെ സ്വന്തം വീടാവില്ല, ഹസ്ബൻഡിൻ്റെ വീടാണ് നിൻ്റെ വീട്. അപ്പം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ നിൻ്റെ വീട്ടിൽ പോയി ചെയ്തു, ദയവ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടണ്ട. പിന്നെ ആരുൻ്റെ കല്യാണം ഞങ്ങൾ എങ്ങനെയെങ്കിലും നടത്തിക്കോളാം, അതിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട് പെണ്ണിനെ ഇടപെടുത്തിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ട. എന്ന് വെച്ചാൽ നിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശിനാണ് നിൻ്റെ കല്യാണം നടത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാക്കും. ദയവ് ചെയ്ത് ഞങ്ങളെ അതൊന്നും കേൾപ്പിക്കരുത്. പറ്റുവാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ, കല്യാണത്തിന് തലേന്ന് മറ്റോ വന്നാൽ മതി, ഡേറ്റ് കുറിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞോളാം എന്നും പറഞ്ഞ് അവളെ ആകെ ഇൻസൾട്ട് ചെയ്യണം. അത് പിന്നെ പറയുകയാണ്, നിനക്ക് എന്ത് വേണേലും ചെയ്തോ, ഇവിടെ ചെയ്യരുതെന്നേ ഉള്ളൂ, അവിടെ പോയി നീ എന്ത് വേണേലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് വഴക്കിടുവാണ്. ഇത് കേട്ട് അപ്പുവിൻ്റെ അച്ഛന് ദേഷ്യം വരികയാണ്. അപ്പം നിനക്ക് എന്ത് ധൈര്യമുണ്ട് എൻ്റെ മോളോട് അങ്ങനെ സംസാരിക്കാൻ, ഇതെൻ്റെ വീടാണ്, ഞാൻ അധ്വാനിച്ച് വെച്ച് ഞാൻ വാങ്ങിയ വീടാണ്, ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ അപ്പച്ചിയും അതിനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് പറയാണ്, എൻ്റെ മോൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കണമെന്ന് നിന്നോട്ടെ, അവൾക്ക് ഈ ജീവിതം വേണ്ട എന്ന് വെച്ചാൽ അവൾക്ക് ആ കല്യാണ ജീവിതം വേണ്ടെന്ന് വെച്ചാൽ അത് അവൾ ഉപേക്ഷിച്ചാൽ പോലും ഞാൻ അവളെ നോക്കും എന്നൊക്കെ പറയാം. അപ്പോൾ അവിനാശ് പറഞ്ഞ അച്ഛനാണ് ഇവളെ ഇങ്ങനെ വഷളാക്കുന്നത്, അളിയൻ എന്ത് നല്ലൊരാളാണ്, പുള്ളീൻ്റെ ക്ഷമയെ ഇങ്ങനെ നിങ്ങൾ പരീക്ഷിക്കരുത്, എത്രയും പെട്ടെന്ന് ഇവളെ പറഞ്ഞയക്കാൻ നോക്കുക, അല്ലാതെ ഇവിടെ ബിസിനസ് തുടങ്ങി ഇവിടെയും കുറേ കടാക്കി അങ്ങോട്ട് വിട്ടാൽ അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. അപരാജിതയ്ക്ക് ഇവളെ ഇൻസൾട്ട് ചെയ്യുന്നതിലും വിഷമം അതാണ്, അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. പിന്നെ അച്ഛൻ പറയുവാണ്, അവൾക്കത് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൾ തുടങ്ങിക്കോട്ടെ, നിങ്ങളെന്തിനും ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മുറിയിൽ പോയിട്ട് അപരാജിത പണ്ട് ചെയ്ത ഡിസൈൻസിൻ്റെ ഒരു ഫയൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അതിൻ്റെ നേരത്തെ ഒരു ചെറിയ ബുക്കിലിങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുമല്ലോ, ഇവരങ്ങനെ ക്ലോത്തിൽ ചെയ്ത് വെക്കും. അപ്പോൾ ഇവൾ സ്കൂൾ ടൈം തൊട്ട് കല്യാണം കഴിയുന്നത് വരെ ചെയ്ത ഡിസൈൻസിൻ്റെയൊക്കെ ആ ബുക്ക് അവൾക്ക് കൊണ്ട് കൊടുത്തിട്ട്, ഇതൊക്കെ നീ ചെയ്തതാണ്, ഇതിലൂടെ നിനക്ക് കോൺഫിഡൻസ് കിട്ടും, ഇതൊക്കെ നിനക്ക് അന്നേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴും ചെയ്യാൻ പറ്റും, നീ വേറെ ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നിൻ്റെ ലക്ഷ്യം നീ തന്നെ നോക്ക്, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ പറയണം. അപ്പോൾ അപ്പച്ചിയും അതിന് ഓക്കെ പറയണം. പക്ഷെ ബാക്കി ആർക്കും അത്ര പിടിക്കുന്നില്ല. പക്ഷെ അച്ഛൻ്റെ മുന്നിലിങ്ങനെ എല്ലാവർക്കും പറയാൻ മടിയാണ്. അപ്പോൾ അപരാജിത പറയണം, അച്ഛൻ പേടിക്കണ്ട, ഈ വിശ്വാസം ഞാൻ ഒരിക്കലും തകർക്കില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ നേർപ്പിച്ചാൽ നമ്മൾ ഓപ്പൺ ആക്കും, എത്രയും നല്ല വർക്കുകൾ ഞാൻ എടുക്കാൻ പറ്റുന്നു അതെടുക്കും, ആരുൻ്റെ കല്യാണം ഞാൻ തന്നെ നടത്തും എന്ന് പറയണം. ഇവിടെ വെച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കും. അപ്പോൾ കൂടുതൽ എപ്പിസോഡ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.